ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ക്രെഡിറ്റ് സ്കോർ ആൻഡ് ക്രെഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഈ ഒരു കണ്ടന്റ് ഞാൻ എടുക്കാനുള്ളൊരു കാരണം, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ എൻ്റെ പാൻ കാർഡിൽ എത്രത്തോളം ലോൺ ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി എത്ര ഞാൻ തിരിച്ചടക്കാനുണ്ട്, എത്ര ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നിരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ GPay ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടൻറ്റ് കുറേ പേർക്ക് അറിയാത്തൊരു കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ കാരണം. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ GPay ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്ക്രോൾ ചെയ്ത് വായ്പ വന്നു കഴിഞ്ഞാൽ ചെക്ക് യുവർ സിബിൽ സ്കോർ ഫോർ ഫ്രീ എന്നുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സിബിൽ സ്കോർ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങളുടെ സ്കോർ കൊടുത്തിട്ടുണ്ടാകും. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ എൻ്റെ സിബിൽ സ്കോർ അവിടെ കൊടുത്തിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ സിബിൽ സ്കോറാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത മാസമാണ് ഓപ്പൺ ചെയ്തത്. കാരണം ഫ്രീ ഓപ്ഷൻ ആയതുകൊണ്ട് 1 മന്തിലാണ് ഇതിൻ്റെ അപ്ഡേഷൻ നടക്കുന്നത്. അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് 2 ലൈറ്റ് പേയ്മെൻറ്റ്സ് എന്നുള്ളൊരു സെക്ഷൻ കൊടുത്തതിന് ശേഷം അവിടെ കൊടുത്തിട്ടുണ്ടാകും നമ്മൾ ടോട്ടൽ എത്ര EMI ഇതുവരെ അടച്ചിട്ടുണ്ട്, അതിൽ എത്ര എണ്ണം ഡിലേ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നോ ഓവർ സ്പെൻഡിങ്, അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഓവർ സ്പെൻഡിങ് നിങ്ങൾ കൊടുക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ടിക്ക് അനുസരിച്ച് അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിൽ, അതായത് നിങ്ങളുടെ ഡിലേ പേയ്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഓരോ EMIയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നുണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷനാണ്. നിങ്ങളുടെ ലിമിറ്റ് എത്രയാണ്, അതിൽ എത്ര പെർസെൻറ്റേജ് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നിങ്ങളുടെ സ്കോർ കണക്കാക്കുന്നത്. ഇവിടെ എക്സലൻ്റ് ആണ്. മാക്സിമം നിങ്ങളൊരു 30-40% ക്രെഡിറ്റ് കാർഡ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എൻക്വയറീസ് എന്നുള്ള സെക്ഷനാണ്. അതായത് നിങ്ങൾ എത്രത്തോളം എൻക്വയറികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ലോണിന് വേണ്ടിയിട്ടോ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ എത്രത്തോളം എൻക്വയറികൾ നടത്തിയിട്ടുണ്ട്. കുറേ എൻക്വയറികൾ നിങ്ങൾ ഈ അടുത്തിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ സിബിൽ സ്കോറിന് നിങ്ങൾക്കത് ബാധിക്കും. ഇനി നിങ്ങൾക്ക് ഫുൾ റിപ്പോർട്ട് എന്നുള്ളൊരു സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പേയ്മെൻറ്റ് ഹിസ്റ്ററി ഗുഡാണ്, 2 പേയ്മെൻറ്റ്സ് മാത്രമേ ഡിലേ ആയിട്ടുള്ളൂ. ക്രെഡിറ്റ് യൂസേജ് എക്സലൻ്റ് ആണ്. ക്രെഡിറ്റ് മിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ന്യൂ എൻക്വയറീസ് എന്നുള്ള സെക്ഷൻ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് അറിയാനുള്ളത് ക്രെഡിറ്റ് മിക്സ് എന്നുള്ള ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലോൺ കാണാം. ആ പേജിൽ എത്രത്തോളം ലോണുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിലേക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ ടോട്ടൽ 1 ക്രെഡിറ്റ് കാർഡും 9 ലോൺ ആപ്ലിക്കേഷൻസുകളാണുള്ളത്. അത് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിയതായാലും നിങ്ങളുടെ ഗോൾഡ് ലോൺ ആയാലും അങ്ങനെയുള്ള ഏത് ലോണായാലും ചിലപ്പോൾ ഒരു പ്രശ്നം വരാറുണ്ട്. പേഴ്സണൽ ലോണൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷനൊന്നും പേഴ്സണൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ലോണായിട്ട് തന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങളെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. അങ്ങനെയുള്ള ലോണുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 3000 രൂപയുടെ 4000 രൂപയുടെ ഒക്കെ ഒരു പ്രോഡക്റ്റാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ലോണായിട്ട് തന്നെ അവിടെ കിടക്കും. ഇങ്ങനെയൊക്കെയാണ് ലോണിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ എമൗണ്ടിന് ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങി EMI ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെപ്പറേറ്റ് ലോണുകളായിട്ടാണ് കാണിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടോ 9 ലോണായിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഉണ്ടോ ബജാജ് ഫിനാൻസിൻ്റെ ഒരു ലോണാണ് ഇവിടെ കാണുന്നത്. അൺസെക്യൂർഡ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ തേർഡ് പാർട്ടി ലോണുകളായതുകൊണ്ടാവാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എത്ര എമൗണ്ടാണ് നമ്മൾ ടോട്ടലി EMI ആക്കിയിട്ടുള്ളതെന്ന് കാണാം. അതിൽ കറണ്ട് ബാലൻസ് ഇനി എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളത് കാണാം. ഒരു GPay അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് GPay മാത്രമല്ല, തേർഡ് പാർട്ടി ഏത് ആപ്ലിക്കേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഓരോ മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അപ്ഡേഷൻ വരിക. അതുകൊണ്ട് തന്നെ ഇതിൽ 2 പേയ്മെൻറ്റ് ഞാൻ അടച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ അത് എന്തായിട്ടില്ല കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ പെയ്ഡ് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാവും. മന്ത്ലി നിങ്ങളൊരു പെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്രെഡിറ്റ് സ്കോറൊക്കെ അപ്ഡേറ്റ് ആകും. അതുപോലെ തന്നെ എല്ലാ ഫിനാൻസിൻ്റെയും എമൗണ്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി കൊടുക്കും. നിങ്ങൾ GPayയിലും അതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു പേയ്മെൻറ്റ്, അതായത് നിങ്ങളുടെ ഒരു പേയ്മെൻറ്റ് ഡിലേ ആയിട്ടാവും കാണിക്കുക. മിക്കവാറും ആപ്ലിക്കേഷനിൽ ഞാൻ കണ്ടൊരു പ്രശ്നം അതാണ്. പക്ഷേ അത് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ എടുത്ത ലോണിൻ്റെയും എത്ര എമൗണ്ടാണ് ടോട്ടലി അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മാസം ക്ലോസ് ചെയ്ത എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസമാവും GPayയിലൊക്കെ എന്ത് ചെയ്യുക, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൊക്കെ ക്ലോസ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങളത് ക്ലോസ് ആയിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ടൊന്നും ആവശ്യമില്ല. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ സ്വാഭാവികം ഇങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മാക്സിമം ലോണുകൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ തന്നെ നോക്കുക.
കാരണം ഇതൊരു ഭയങ്കര ട്രാപ്പായിട്ടുള്ള സിസ്റ്റമാണ്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഒരു സമയത്ത് ഇതൊരു ട്രാപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രാപ്പിൽ നിന്ന് ഉയർന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കും. അതായത് ഒരു ലോണിൽ നിന്ന് ഒരു ലോൺ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റിയ ഒരു സിസ്റ്റമാണ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എത്ര ലോണിലൊക്കെ നമ്മൾ എത്രത്തോളം കൊടുക്കാനുണ്ട്, ഏതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ലോണിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. സോ നിങ്ങൾ മാക്സിമം ലോണുകളൊക്കെ പെട്ടെന്ന് തന്നെ, അതായത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുക. പ്രത്യേകിച്ച് പേഴ്സണൽ ലോണൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രാപ്പ് ആയിക്കൊണ്ടേ നിൽക്കും. അതുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. സോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ല ദിവസമായിട്ട് കാണാം.